മഹാരാഷ്ട്രയിലെ ബി.ജെ.പി. മന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി പ്രതിപക്ഷം. ഗ്രാമവികസന വകുപ്പ് മന്ത്രി ജയ്കുമാർ ഗോരെ യുവതിക്ക് നഗ്നചിത്രങ്ങൾ അയച്ചുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. യുവതിയെ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിൽ മാപ്പു പറഞ്ഞ മന്ത്രി വീണ്ടും അവരെ ഉപദ്രവിക്കുകയാണെന്ന് ജയ്കുമാറിന്റെ പേര് പരാമർശിക്കാതെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് വിജയ് വട്ടേറ്റിവാർ ആരോപിച്ചു. പിന്നാലെ ശിവസേന ഉദ്ധവ് പക്ഷം നേതാവ് സഞ്ജയ് റാവുത്ത് MP മന്ത്രിയുടെ പേര് വ്യക്തമാക്കി തന്നെ രംഗത്ത് വന്നു. എന്നാൽ തനിക്കെതിരായ ആരോപണം ജയകുമാർ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. കേസിൽ കോടതി ഇതിനോടകം തന്നെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തനിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിക്കുന്ന എല്ലാവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കും. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളാണ് തികച്ചും രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി പ്രതിപക്ഷം നടത്തുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു. ബീഡിൽ സർപഞ്ചിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിലെ വിവാദത്തെ തുടർന്ന് മഹാരാഷ്ട്ര മന്ത്രി ധനഞ്ജയ് മുണ്ടയ്ക്ക് ഏതാനും ദിവസം മുൻപ് രാജിവെക്കേണ്ടി വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് NDA സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി വിജയ് കുമാറിനെതിരെയും ആരോപണം ഉയരുന്നത്. മന്ത്രിയുടെ പേര് പരസ്യമായി പറഞ്ഞ ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട ഇരയായ സ്ത്രീ വിധാന ഭവന് പുറത്ത് നിരാഹാര സമരം നടത്താൻ പദ്ധതിയിടുകയാണെന്നും വ്യക്തമാക്കി. പൂനെയിലെ സ്വർഗേറ്റ് ബസ് സ്റ്റേഷനിൽ 26-കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തോട് ചേർത്താണ് മന്ത്രിക്കെതിരായ ശിവസേന നേതാവിന്റെ ആരോപണം. സ്വർഗേറ്റ് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ മന്ത്രി ഒരു സ്ത്രീയെ ഉപദ്രവിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു. ആ നിസ്സഹായയായ സ്ത്രീ വരും ദിവസങ്ങളിൽ വിധാൻ ഭവന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്നാണ് റാവത്ത് ആരോപിച്ചത്. എന്നാൽ 2017 ആരംഭിച്ച കേസ് 2019 ഒരു കോടതി തള്ളിക്കളഞ്ഞതാണെന്നാണ് മന്ത്രിയുടെ വാദം. പ്രതിപക്ഷം വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ കേസ് വിചാരണ ചെയ്തു. 2019 കോടതി എന്നെ കുറ്റവിമുക്തനാക്കി. രാഷ്ട്രീയ നേട്ടത്തിനായി ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അവകാശ ലംഘന പ്രമേയങ്ങളും മാനനഷ്ട കേസുകളും നേരിടേണ്ടി വരുമെന്നാണ് വിജയകുമാർ പറയുന്നത്.